കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. തൊടുപുഴയിലേക്ക് വന്നാൽ അവിടെ അപ്പു ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. PJ ജോസഫ് വീണ്ടും മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അപ്പുവിനെ രംഗത്തിറക്കാൻ മോൻസ് ജോസഫ് കരുക്കൾ നീക്കുന്നതിനിടെയാണ് ബദൽ ശ്രമം. മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് നേതാക്കൾ PJ ജോസഫിനോട് ആവശ്യപ്പെടും. ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, തൊടുപുഴയിൽ അപ്പു തന്നെ നിന്നേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ നമ്മൾ വാർത്തകളായി നൽകുന്നുണ്ട്. പക്ഷേ അപ്പു നിൽക്കുന്നതിനോട് വിയോജിപ്പുള്ള എത്ര വലിയ നേതാക്കൾ ആ പാർട്ടിക്കകത്തുണ്ട്? ഇക്കാര്യത്തിൽ ജോസഫിന്റെ താല്പര്യം എന്താണ്? ഇനിയിപ്പോൾ ജോസഫ് എന്നെ നിൽക്കട്ടെ എന്നൊരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ അതിനോടും ജോസഫിന്റെ താല്പര്യം എങ്ങനെയാണ്? തീർച്ചയായും PJ ജോസഫിന്റെ താല്പര്യം അപ്പുവിനെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കുക, മത്സരരംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇതേവരെ അപ്പു ജോസഫ് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തിച്ച കൂടുതൽ ഒരു ചിത്രത്തിലേക്ക് അപ്പുവിനെ എത്തിക്കുക എന്നുള്ള താല്പര്യം PJ ജോസഫിന് ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അതൊരുപക്ഷെ തൊടുപുഴ സീറ്റിൽ തന്നെ മത്സരിക്കുക എന്നുള്ള നീക്കമാണ് നടന്നിരുന്നെങ്കിൽ പാർട്ടിക്കുള്ളിൽ മറ്റൊരു അഭിപ്രായം ഉറന്നു വരികയും PJ ജോസഫ് മാറി നിൽക്കേണ്ടതില്ല, തൊടുപുഴ സീറ്റിൽ നിന്ന് PJ മാറി നിൽക്കാതെ തന്നെ മറ്റൊരിടത്ത് പാർട്ടിയുടെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക, പാർട്ടി മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലത്തിൽ അപ്പുവിനെ മത്സരിപ്പിക്കുക എന്നുള്ള ആശയത്തിലേക്ക് പാർട്ടിക്കുള്ളിൽ ഒരു അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മോൻസ് ജോസഫ് അടക്കമുള്ള നേതാക്കളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അഭിപ്രായം ശക്തമായി ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും അപ്പുവിനെ തൊടുപുഴയിലേക്ക് തന്നെ മത്സരിപ്പിക്കുക എന്നുള്ള ആശയമായി PJ ജോസഫ് തന്നെ രംഗത്ത് വന്നത്. ഇതിനെതിരെയാണ് തൊടുപുഴയിലെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മുതിർന്ന ചില നേതാക്കൾ എന്ന് വെച്ചാൽ PJ ജോസഫുമായി വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന ആദ്യഘട്ടങ്ങളിൽ PJ ജോസഫിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ചില നേതാക്കൾ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കാതെ PJ തന്നെ ഇത്തവണ കൂടി തൊടുപുഴയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളതാണ്. കാരണം ദീർഘമായ ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത അപ്പുവിനെ ഈ ഘട്ടത്തിൽ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നാൽ അത് പാർട്ടിക്ക് തന്നെയും തിരിച്ചടിയാകുമെന്ന് PJയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുതിർന്ന നേതാക്കൾ ശ്രമം നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ ആദർശ വിശുദ്ധി അല്ലെങ്കിൽ ആദർശ പാരമ്പര്യം എന്നുള്ളത് മക്കൾ രാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ മക്കൾ രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുത് എന്നുള്ള ആവശ്യം കൂടി PJ ജോസഫിന് മുമ്പിൽ ഈ മുതിർന്ന നേതാക്കൾ വയ്ക്കാനാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു രാഷ്ട്രീയ അനുഭവ പരിജ്ഞാനം അപ്പു ഉണ്ടാക്കിയതിനു ശേഷം മാത്രം മത്സരരംഗത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ള ആശയത്തിനാണ് ആ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ അതുമായി ബന്ധപ്പെട്ട് PJ ജോസഫിനെ നേരിൽക്കണ്ട് ഈ വിഷയം സംസാരിക്കാനടക്കം ആലോചന നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോൻസ് ജോസഫ് അപ്പുവിനെ മത്സരരംഗത്ത് തന്നെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതിനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ മോൻസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേതാക്കൾ നടത്തുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. അതിനിടെയാണ് അപ്പുവിന്റെ മോൻസിന്റെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ തൊടുപുഴയിൽ തന്നെ ചില പ്രാദേശികരായിട്ടുള്ള മുതിർന്ന നേതാക്കൾ ഈ നിലയിലുള്ള ഒരു ഇടപെടലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സൈഫുദ്ദീൻ.